ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലോ ചാർട്ടിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഡിസ്കസ് ചെയ്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നമ്മൾ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് ഐഡിയ കിട്ടും അല്ലേ? അതെങ്ങനെ ചെയ്യേണ്ടത്, എന്താ സ്റ്റെപ്പ്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കിട്ടും. അപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുന്നതിനേക്കാൾ മുന്നേ നമ്മൾ പറയുന്നത് പോലെ നമുക്ക് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഫ്ലോ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പിക്ചറൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ വി കോൾഡ് ആസ് എ ഫ്ലോ ചാർട്ട്. സോ ഫ്ലോ ചാർട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ വരച്ച് വെക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് സ്പെഷ്യൽ സിമ്പിൾസുകൾ ഉണ്ട് അത് റെപ്രസെന്റ് ചെയ്യാൻ. ഒന്ന് വന്നിട്ട് ഓവൽ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ റൗണ്ട് റെക്ടാങ്കിൾ ആണ്. ബേസിക്കലി ഒരു സംഭവം, ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ എൻഡ് ചെയ്തു ബിഗിൻ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. സെക്കൻഡ് വൺ റെക്ടാങ്കിൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻപുട്ടോ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആരും പ്രോസസ്സ് ഉണ്ട്, അത് വേണ്ടിയാണല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെക്ടാങ്കിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പാരലോഗ്രാം എന്ന് പറഞ്ഞ സിമ്പിൾ എന്തിനാ വെച്ചാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ചെയ്യാം. നമുക്ക് ഉള്ളിലേക്ക് ഇപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് നമ്പേഴ്സ് കിട്ടിയേ പറ്റൂ. ആ രണ്ട് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലോഗ്രാം ആയിരിക്കും. ഇനി നമുക്ക് അത് പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റെക്ടാങ്കിൾ ആണ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് പുറത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലോഗ്രാം ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് ഒരു കണ്ടീഷൻ നോക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് റോംബസ് അല്ലെങ്കിൽ ഡയമണ്ടിലേക്കായിരിക്കും. ഇതിന്റെ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട കാര്യം, ഈ ഡയമണ്ട് ഷേപ്പിന് മൂന്ന് ആരോസുകളെ ഉണ്ടാവുള്ളൂ, 4-5 ഉണ്ടാവില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, 3 ആരോസുകളേ ഉള്ളൂ. അതിൽ ഒന്ന് വന്നിട്ട് ഇൻപുട്ട് ഉള്ളിലേക്ക് പോകുന്ന ഇൻവേർട്സ് ആരോയും 2 ഔട്ട്വേർഡ് ആരോസേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ ഒന്നുകൂടി പറയാം, ഒരു ഡയമണ്ട് വരച്ചു കഴിഞ്ഞാൽ ഡയമണ്ടിന് 3 ആരോസുകൾക്ക് കൂടുതൽ ഉണ്ടാവില്ല. ഒരു ഇൻപുട്ടും 2 ഔട്ട്പുട്ട് ആരോസുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഉള്ളിലേക്ക് ഒരു ഇൻപുട്ട് വരുന്നു, പുറത്തേക്ക് 2 പോവുള്ളൂ. ഒന്നില്ലെങ്കിൽ എസ് അല്ലെങ്കിൽ നോ. നമ്മൾ സ്നോ എന്നൊന്നും പറയില്ലല്ലോ, ഒന്നില്ലെങ്കിൽ എസ് അല്ലെങ്കിൽ നോ. അങ്ങനെ ഏതെങ്കിലും 2 ആൻസേഴ്സ് അതിൽ ഉണ്ടാവുള്ളൂ. സോ 3 കാര്യങ്ങൾ അതിൽ ഉണ്ടാവുള്ളൂ. വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചേ പറ്റൂ കേട്ടോ. പിന്നെ ഉള്ളത് ആരോ. ആരോ എന്തിനായിരിക്കും? ഡയറക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി ആറാമത്തെ ഒരാളുണ്ട് കണക്ടേഴ്സ്. കണക്ടേഴ്സ് എന്തിനാ വെച്ചാൽ നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പേജിൽ അത് കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ഒരു ഡോട്ട് ഒരു കണക്ടർ വരയ്ക്കുക, അതായത് വട്ടം വരയ്ക്കുക. നെക്സ്റ്റ് പേജിൽ വട്ടം വെച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഒരു ഫ്ലോ ചാർട്ട് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നതെന്ന് കാണിക്കാൻ അത് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്ലോ ചാർട്ട് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. സ്റ്റാർട്ടിന് സിമ്പിൾ ഉണ്ട്, അത് റൗണ്ട് റെക്ടാങ്കിൾ ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ പാരലോഗ്രാം ഉണ്ട്, പ്രോസസ് ചെയ്യാൻ റെക്ടാങ്കിൾ ഉണ്ട്, ഡയറക്ഷൻസ് കാണിക്കാൻ ആരോ മാർക്സ് ഉണ്ട്, ഡിസ്റ്റൻസ് എടുക്കാൻ റോംബസ് ഉണ്ട്, 2 പേജ് കണക്ട് ചെയ്യാൻ കണക്ടേഴ്സ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ളത് പറയാം, സം ഓഫ് 2 നമ്പേഴ്സ്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ നമുക്ക് അവിടെ റൗണ്ട് റെക്ടാങ്കിൾ വേണം, നമുക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. സോ 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം. സോ എ ആൻഡ് ബിനെ നമ്മൾ എടുക്കുന്നതൊക്കെ പാരലോഗ്രാമിലായിരിക്കും. ഇനി നമുക്ക് ആഡീഷൻ എന്നുള്ള പ്രോസസ്സാണ്. സോ അതുകൊണ്ട് സം ഈക്വൽ ടു A+B ചെയ്ത് നമ്മൾ റെക്ടാങ്കിളിൻ്റെ ഉള്ളിലാണ്. നമുക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാരലോഗ്രാം ആയിരിക്കും യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. കാരണം എന്നാൽ മാത്രമേ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവത്തുള്ളൂ. എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം ആലോചിക്കുക, ഇത് സീക്വൻഷ്യൽ ആണോ, സെലക്റ്റീവ് ആണോ, അതോ ഐട്രേറ്റീവ് അൽഗോരിതം ആണോ എന്ന് ആലോചിക്കാം. ആലോചിച്ച ശേഷം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തൊക്കെയാണ് അതിൽ കണ്ടീഷൻസുകൾ വരുന്നുണ്ടാവുക, ഈ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ എത്ര ഡയമണ്ട്സുകൾ വരയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടീഷൻസുകൾ, അതിൻ്റെ എസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നോ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. അതിനുശേഷം മാത്രം വരയ്ക്കാനും അൽഗോരിതം എഴുതാനും തുടങ്ങാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ബ്രേക്ക് ഡൗൺ ഇൻടു സ്മോൾ സ്റ്റെപ്സ്. നമ്മൾ നേരത്തെ പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കുക, അതിന് നിങ്ങൾക്ക് മനസ്സിലായി ഇൻപുട്ടുകൾ എന്താണെന്ന് എഴുതി വെക്കുക, അതിൽ നിന്ന് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കണം എന്നുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ആ ഡിസിഷനിൽ എന്തൊക്കെ ആൻസേഴ്സ് ഉണ്ട്, എസ് ഓ നോ, എസ് ആണെങ്കിൽ എന്ത് കണ്ടീഷൻ, നോ ആണെങ്കിൽ എന്ത് എന്നുള്ളത് ക്ലാരിറ്റിയിൽ വരുത്തുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, വരച്ചു തുടങ്ങുക, എഴുതി തുടങ്ങുക. എന്നാൽ ഏത് ക്വസ്റ്റിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് ഇത് ഏത് ടൈപ്പ് ഓഫ് അൽഗോരിതം ആണ്, സീക്വൻഷ്യൽ ആണോ, സെലക്റ്റീവ് ആണോ, ഐട്രേറ്റീവ് ആണോ, ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത്, അതോ ഒരു കാര്യം ഒരു കണ്ടീഷൻ അനുസരിച്ച് ഡിസിഷൻ എടുക്കാനാണോ പറഞ്ഞത്, അതോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടതാണോ എന്ന് മനസ്സിലാക്കിയ ശേഷം ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. താങ്ക് യു.